അമേരിക്കയിൽ നിന്നും പ്രവാസി മലയാളി സമൂഹത്തെയും ഇന്ത്യൻ വംശജരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു അതിക്രമ ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുഎസിലെ ജോർജിയ സംസ്ഥാനത്ത് ഗൂഗിളിലെ ഉന്നത ഉദ്യോഗസ്ഥയായ ഇന്ത്യൻ വംശജ ഗാർഹിക പീഡനത്തെ തുടർന്ന് വെടിയേറ്റു മരിച്ചതായി വിവരം. സാങ്കേതികവിദ്യാ രംഗത്ത് 20 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള സീനിയർ എഞ്ചിനീയറിംഗ് മാനേജറായ ശീതൽ വെസ്രൻ ആണ് സ്വന്തം വസതിയിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. 57-കാരിയാണ് ശീതൽ വെസ്രൻ. ആക്രമണത്തിൽ ഇവരുടെ 23-കാരനായ മകൻ ജേസൺ വെസ്രനെയും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ശീതലിന്റെ ഭർത്താവായ 56-കാരൻ കിക് ബി വെസ്രനെ ക്രോബ് കൗണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് മേൽ കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ജോർജിയയിലെ കോബ് കൗണ്ടിയിലുള്ള സ്മിന്നയ്ക്ക് സമീപമുള്ള ലോറൽ ക്രീക്ക് ജയിലറിലെ ഇവരുടെ കുടുംബ വീട്ടിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം നടന്നത്. വീട്ടിൽ നിന്നും വെടിവെച്ച കേട്ടെന്ന വിവരത്തെ തുടർന്ന് സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും മകനെയുമാണ്. വീടിന് വെളിയിൽ അതീവ ഗുരുതരമായ നിലയിൽ വെടിയേറ്റ് പരിക്കുകളോടെയാണ് മകൻ ജേസനെ പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ തിരച്ചിലാണ് ശരീരത്തിൽ ഒന്നിലധികം തവണ വെടിയേറ്റ നിലയിൽ ശീതൽ വെസ്രന്റെ മൃതദേഹവും കണ്ടെത്തുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവർ മരണപ്പെട്ടിരുന്നു. യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാതെയാണ് പ്രതിയായ കിക് വെസ്രൻ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. കുടുംബത്തിനുള്ളിലുണ്ടായ കടുത്ത തർക്കത്തെയും ഗാർഹിക പീഡനത്തെയുമാണ് കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട്. പ്രതിയെ നിലവിൽ ബോണ്ടില്ലാതെ കോബ് കൗണ്ടി അഡൽട്ട് ഡിറ്റൻഷൻ സെന്ററിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊലപാതക കുറ്റത്തിന് പുറമെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം, തോക്ക് കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. രാത്രി 8 മണിയോടെ വീട്ടിലെത്തിയ മകൻ ജെയ്സൺ മാതാപിതാക്കൾ തമ്മിൽ വഴക്കിടുന്നത് കാണുകയും അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ അക്രമാസക്തനായ പിതാവ് മകന്റെ പുറകിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെടിയേറ്റതിന് പിന്നാലെ പ്രാണരക്ഷാർത്ഥം ഓടിയ ജെയ്സൺ അയൽവീടുകളിൽ സഹായം അഭ്യർത്ഥിച്ചെത്തി. ആദ്യത്തെ അയൽവീട്ടിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാമത്തെ വീട്ടുകാർ യുവാവിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും രക്തസ്രാവം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്തു. ആംബുലൻസും പോലീസും എത്തുന്നതുവരെ അയൽക്കാരാണ് യുവാവിന് പ്രാഥമിക ശുശ്രൂഷ നൽകിയത്. സാങ്കേതിക ലോകത്തേറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അന്തരിച്ച ശീതൽ വെസ്രന്റേത്. പ്രശസ്തമായ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ഇവർ ചെറുപ്പകാലം ഇംഗ്ലണ്ട്, ഇന്ത്യ, ഘാന തുടങ്ങിയ രാജ്യങ്ങളാണ് ചെലവഴിച്ചത്. 2 സോഫ്റ്റ്വെയർ പേറ്റന്റുകളുടെ ഉടമ കൂടിയായ അവർ ജോർജിയ ടെക് കോളേജ് ഓഫ് കമ്പ്യൂട്ടിംഗിന്റെ അഡ്വൈസറി ബോർഡിലും ട്രസ്റ്റിയായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഒട്ടനവധി പേർക്ക് മാതൃകയായ ഒരു പ്രതിഭയുടെ ജീവിതമാണ് ഒരു നിമിഷത്തെ കോപത്തിൽ പൊലിഞ്ഞുപോയത്. എന്തായാലും ഇന്ത്യൻ വംശജയായ ശീതൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 57 വയസ്സായിരുന്നു, ടെക്കിയായിരുന്നു. മകനെയും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.